നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BSc നഴ്സിംഗിന്റെ സ്കോപ്പുകളെ കുറിച്ചിട്ടാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടല്ലോ, അതായത് ക്ലിനിക്കൽ നഴ്സായിട്ട് തന്നെ ഇരിക്കണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഒട്ടും നമുക്ക് സമയം കളയേണ്ട, വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മളില് ഒട്ടുമിക്ക ആൾക്കാരും BSc നഴ്സിംഗ് എടുക്കുന്നത് നമ്മുടെ ഫാമിലിയിലെ ഫോഴ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു 100-ല് ഒരു 85 പേരും നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സാലറി ഒക്കെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മള് പൈസ കണ്ട് മാത്രം നഴ്സിംഗ് എടുക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കാം. പിന്നെ ചിലരുണ്ടാവും നഴ്സിംഗിനോട് ഭയങ്കര പാഷനേറ്റ്, അല്ലെങ്കിൽ നഴ്സ് ആവണം, എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരെ എന്താ പറയാ കുറച്ച് സെർവ് ചെയ്യണം, അങ്ങനത്തെ ആ ഒരു ഇതിലൊക്കെ നല്ലൊരു മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം. പക്ഷെ അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഫാമിലിയുടെ ഫോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ഫിനാൻഷ്യലി ഇൻസ്റ്റെബിലിറ്റി അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാർ, എങ്ങനെയെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ഒക്കെ ആയിരിക്കും ഇപ്പൊ BSc നഴ്സിംഗ് എടുക്കുന്നവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ക്ലിനിക്കൽ നഴ്സ് അല്ലാതെ വേറെ എന്തൊക്കെ കോഴ്സ് ചെയ്യാന്ന് പറയുന്നത്. കോഴ്സ് അല്ല, വേറെ എന്തൊക്കെ നമുക്ക് ജോലിയായിട്ട് തിരഞ്ഞെടുക്കാന്ന് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് 4 ഇയർ BSc നഴ്സിംഗ് ആ ഒരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് തന്നെ, അതായത് ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ഒരു നേഴ്സായിട്ട് തന്നെ ഇരിക്കണം എന്നില്ല. അതല്ലാതെ നമുക്ക് ഒത്തിരിയേറെ ജോലികൾ, നമുക്ക് വേറെ സ്കോപ്പുകളുണ്ട്. അപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BSc നഴ്സിംഗിന്റെ സ്കോപ്പുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. അതായത് നമ്മൾ കാണുന്ന ഈ ഹോസ്പിറ്റലിൽ കാണുന്ന നമ്മുടെ നഴ്സുമാര്. അപ്പോ നമുക്ക് അതായത് ആ നഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ OT-യിലായിരിക്കാം, അല്ലെങ്കിൽ OPD-യിലായിരിക്കാം, അല്ലെങ്കിൽ വാർഡുകളിൽ ജോലി ചെയ്യുന്ന സാധാ നഴ്സുമാരാണ് നമ്മൾ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വേറൊരു ഇതാണ് നമുക്ക് നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ്. അതായത് നമുക്ക് ഏതെങ്കിലും ഓരോ സബ്ജക്റ്റുകൾ എടുത്ത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങൾക്ക് പീഡിയാട്രിക്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പീഡിയാട്രിക് നഴ്സ് ആവുന്നതാണ്. അതായത് ചൈൽഡ് ഹെൽത്ത് നഴ്സ് എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഭാഗമാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സൊസൈറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണ്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആവാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ക്രിട്ടിക്കൽ കെയർ, അതായത് നമുക്ക് ICUയിൽ മാത്രം നിൽക്കുന്ന നഴ്സുമാര്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് പഠിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡോസ്കോപ്പി നഴ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോ പലരുടെ യൂട്യൂബ് ചാനൽ വീഡിയോസിൽ നമ്മൾ പുറത്ത് എബ്രോഡിലുള്ള പലരുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ ഹോസ്പിറ്റലുകളിൽ, അതായത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ നഴ്സ് മിഡ്വൈഫിനെ ആയിരിക്കും കൺസൾട്ട് ചെയ്യുക. അപ്പോ അതും ഒരു സ്കോപ്പാണ്. അതായത് നമുക്ക് ഗൈനക്കോളജി മെയിൻലി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ നഴ്സ് മിഡ്വൈഫ് ആവുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയും ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ ഒത്തിരി സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ സബ്ജക്റ്റും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഏത് നഴ്സാണോ ആവേണ്ടത് അതേപോലെ നമുക്ക് നഴ്സ് ആവാൻ പറ്റും. അതിന്റെ ഒരു രീതി തന്നെയാണ് നമുക്ക് ഫ്ലൈറ്റ് നഴ്സ്, ഈ മിലിറ്ററി നഴ്സ്, അങ്ങനത്തെ ഒരു പറഞ്ഞിട്ട് വേറൊരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സ് മാനേജർ അല്ലെങ്കിൽ നഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആവാവുന്നതാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ നമുക്ക് സ്റ്റാഫ് നഴ്സ് ചെയ്യുന്ന ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് ഈ നഴ്സ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നഴ്സ് മാനേജർ ആ ഒരു സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുന്ന ആ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. നമുക്ക് ക്ലിനിക്കൽ നഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ നഴ്സ് മാനേജർ അല്ലെങ്കിൽ നഴ്സ് അഡ്മിനിസ്ട്രേറ്റർ. ഈ രണ്ടും വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടിലെ ഇത് വേണമെങ്കിലും നമുക്കിപ്പോ നിങ്ങൾക്ക് അതിനോടാണ്, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്കോപ്പാണ് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ. അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റെ BSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നഴ്സിംഗ് ട്യൂട്ടർ ആയിട്ട് ഒരു കോളേജിൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി, ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പോ എന്റെ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്ന കുറച്ച് പേര് എന്റെ അടുത്ത് ഓൾറെഡി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എങ്ങനെയാണ് നഴ്സിംഗ് ട്യൂട്ടർ ആയത്? MSc നഴ്സിംഗ് കഴിഞ്ഞിട്ടാണോ ചേച്ചി നഴ്സിംഗ് ട്യൂട്ടർ ആയത്? അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേര് അല്ലാതെ എന്നോട് ചോദിക്കുന്നതാണ്, ചേച്ചി എങ്ങനെയാണ് MSc നഴ്സിംഗ് പഠിക്കാണ്ട് എങ്ങനെയാണ് ചേച്ചിക്ക് പഠിപ്പിക്കാൻ സാധിക്കുക? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത്
നമുക്ക് നമ്മുടെ 4 ഇയർ ബാച്ചിലർ BSc നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് ട്യൂട്ടർ ആയിട്ട് കയറാൻ പറ്റും. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് ട്യൂട്ടർ ആയിട്ട് കയറാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇപ്പൊ നിങ്ങളുടെ പാഷൻ ടീച്ചിങ് ആണ്, നിങ്ങൾക്ക് ടീച്ചിങ്ങിനോട് ഭയങ്കര പാഷനാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്, ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞ് ഒരു 1 ഇയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് MSc നഴ്സിംഗ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം, ഫുൾ ടൈം ആയിട്ടും ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ടീച്ചിങ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ട്യൂട്ടർ ആയിട്ട് കയറാം. അതിനുശേഷം 1 ഇയർ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലെക്ചറർ ആവാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും നിങ്ങളുടെ പ്രൊമോഷൻസ് കിട്ടി നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ അവസാനം നിങ്ങൾക്ക് PhD എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറേറ്റ് ഇൻ നഴ്സിംഗ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് നിങ്ങൾ ഏതാണ് MSc നഴ്സിംഗിന് എടുക്കുന്ന സബ്ജക്ട്, ആ സബ്ജക്റ്റിൽ നിങ്ങൾ PhD കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്ടറേറ്റ് ഇൻ നഴ്സിംഗ് ആ ഒരു നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അതാണ് നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ ഫീൽഡ്. പിന്നെ നമുക്ക് റിസർച്ച് നഴ്സ് ആവാൻ പറ്റും. അതായത് നമുക്ക് പെർട്ടിക്കുലർ ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് റിസർച്ചിൽ നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന റിസർച്ച് നഴ്സ് ആവാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു വരുന്നതാണ് പബ്ലിക് ഹെൽത്ത് നഴ്സ്. അതായത് നമ്മുടെ പബ്ലിക് മെയിൻലി നമുക്ക് സൊസൈറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പബ്ലിക് ഹെൽത്ത് നഴ്സ് ആവാൻ സാധിക്കുക. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെലി ഹെൽത്ത് നഴ്സ് ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് തിരിയാൻ പറ്റും. അതായത് നമുക്കിപ്പോ എന്താ പറയാ ത്രൂ വീഡിയോ കോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടെലി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ നടക്കുക. നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് എന്താ പറയാ ഒരു വീഡിയോ കോൾസിലൂടെയോ അങ്ങനത്തെ ഒരു ഓഡിയോ കോൾസിലൂടെയൊക്കെയാണ് നമ്മുടെ നഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ടെലി ഹെൽത്ത് നഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നഴ്സിംഗ് കൺസൾട്ടന്റ് ആയിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരു എന്താ പറയാ കുറച്ച് അഡ്വൈസസുകൾ അല്ലെങ്കിൽ നമ്മുടെ സർവീസസുകൾ നമ്മൾ കൊടുക്കുന്നതിനാണ് നഴ്സിംഗ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ ഫീൽഡിലേക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ്, അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസേഷൻ ഒക്കെ ആവശ്യമുണ്ട്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷനും ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ ഓരോ ഫീൽഡിലേക്ക് നമുക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റിയിട്ടുള്ള BSc നഴ്സിംഗിന് ഉള്ള സ്കോപ്പുകൾ. സോ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് തിരിയാം. ഇപ്പോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ പലരും BSc നഴ്സിംഗ് നമുക്ക് നഴ്സിംഗ് ചെയ്യാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടും നമ്മുടെ ഒരു സാഹചര്യം മൂലം നഴ്സിംഗ് എടുക്കുന്ന ഒത്തിരി പേരുണ്ടാവാം, എടുത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾക്ക് ടീച്ചിങ് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോകണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കാനാണെങ്കിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കാം. അപ്പോ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നീങ്ങുക. BSc നഴ്സിംഗ് എടുത്തു പോയി ക്ലിനിക്കൽ നഴ്സായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സായിട്ട് തന്നെ നിൽക്കണം, എന്റെ ജീവിതം അവിടെ കഴിഞ്ഞു, ആ ഒരു രീതിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും ചാൻസസുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. സോ ദിസ് ഈസ് മീ ഹ്യൂമൻസ് ആണ് സൈനിങ് ഓഫ്.